നമസ്കാരം. മൈൻഡ് ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുതേ. നിങ്ങളെല്ലാവരും ധൻ ത്രയോദശി ലക്ഷ്മി കുബേര പൂജയുടെ വീഡിയോ കണ്ടുവെന്ന് വിശ്വസിക്കുന്നു. ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേർ 48 ദിവസം ലക്ഷ്മി കുബേര പൂജ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന വീഡിയോ ഇടണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടുന്നത്. ഇത് ഞാൻ ധൻ ത്രയോദശി ദിവസം രാവിലെ കുബേര പൂജ ചെയ്തപ്പോൾ എടുത്ത വീഡിയോ ആണ്. ഞാൻ വൈകുന്നേരമാണ് ധൻ ത്രയോദശി ദിവസത്തെ ലക്ഷ്മി പൂജ ചെയ്തത്. നവധാന്യങ്ങൾ വെച്ചുള്ള പൂജയും ഞാൻ വൈകിട്ടാണ് ചെയ്യുന്നത്. മൺദീപങ്ങളും വൈകിട്ടാണ് കൊളുത്തുന്നത്. ധൻ ത്രയോദശി വീഡിയോയിൽ നമ്മൾ കുബേര പൂജ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പീഠത്തിൽ ഒരു റെഡ് കളർ ക്ലോത്ത് വിരിച്ച് പൂജ ചെയ്താണ് ഞാൻ കാണിച്ചത്. കാരണം അന്ന് ഞാൻ ലക്ഷ്മി ദേവിയെയും പൂജ ചെയ്യുന്നത് കാണിച്ചത് കൊണ്ടാണ് റെഡ് കളർ യൂസ് ചെയ്തത്. ലക്ഷ്മി കുബേര പൂജയുടെ 2ാമത്തെ ദിവസം മുതൽ അല്ലെങ്കിൽ 3ാമത്തെയോ 4ാമത്തെയോ ദിവസം മുതൽ നമുക്ക് ഗ്രീൻ കളർ ക്ലോത്ത് വിരിച്ച് പൂജ ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നത് കുബേരരുടെ കളർ ഗ്രീൻ ആയതുകൊണ്ടാണ്. ഞാനിവിടെ ലക്ഷ്മി കുബേരരുടെ ഫോട്ടോ ആണ് വെച്ചിട്ടുള്ളത്. ലക്ഷ്മി കുബേര പൂജ ചെയ്യുമ്പോൾ ഫോട്ടോ വടക്കോട്ട് നോക്കിയാണ് വെക്കേണ്ടത്. ധൻ ത്രയോദശി ദിവസം നമ്മൾ കിഴക്കോട്ട് അല്ലെങ്കിൽ പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് വെക്കുന്നത്. നമ്മുടെ പൂജാമുറിയുടെ ദർശനമനുസരിച്ച് വെക്കണം. കാരണം ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയും വെച്ചാണല്ലോ അന്ന് നമ്മൾ പൂജ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പീഠത്തിൽ ഗ്രീൻ കളർ തുണി വിരിച്ചാണ് ഫോട്ടോ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഗണേശ വിഗ്രഹവും വെച്ചിട്ടുണ്ട്. ഞാൻ മഹാദേവൻ്റെ ഫോട്ടോയും വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ശിവൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി. എല്ലാ പൂജകൾക്കും ഗണേശനെ വെക്കണം. ലക്ഷ്മി കുബേര ഫോട്ടോയിൽ ഞാൻ ജമന്തി മാലയാണ് ചാർത്തിയത്. മഹാദേവൻ്റെ ഫോട്ടോയിൽ കൂവളമാലയും ഗണേശന് റോസാപ്പൂക്കളും. ഈ പൂജ ചെയ്യുന്നതിന് നമുക്ക് ലക്ഷ്മി കുബേര വിളക്ക് വാങ്ങാൻ കിട്ടും. അത് കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 2 മൺവിളക്കുകൾ കൊണ്ട് പൂജ ചെയ്യാം. ഒരു ബ്രാസ് പ്ലേറ്റിൽ കോപ്പർ പ്ലേറ്റും ഉപയോഗിക്കാം. പച്ചരി ഇട്ടതിന് ശേഷം അതിന് മുകളിൽ 2 വിളക്ക് വയ്ക്കണം. വിളക്കിൽ നെയ്യ് ഒഴിച്ചാണ് കൊളുത്തേണ്ടത്. കഴിവതും നെയ്യ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. സാധിച്ചില്ലെങ്കിൽ മാത്രം എള്ളെണ്ണ ഉപയോഗിക്കാം. നിലവിളക്ക് കൂടാതെയാണ് ഈ 2 വിളക്കുകൾ കൂടി കൊളുത്തണമെന്ന് ഞാൻ പറഞ്ഞത്. ലക്ഷ്മി കുബേര പൂജ ധൻ ത്രയോദശി ദിവസം മാത്രം ചെയ്താൽ പോരെ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. നമ്മൾ ഈ പൂജ ചെയ്യുന്നത് നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയി 48 ദിവസം ചെയ്യാൻ സാധിക്കുന്നവർക്ക് ചെയ്യാം. അങ്ങനെ കണ്ടിന്യൂസ് ആയി ചെയ്യാൻ സാധിക്കാത്തവർക്ക് വ്യാഴാഴ്ച ദിവസങ്ങളിൽ മാത്രം ചെയ്യാം. വിളക്കിൽ നെയ്യ് ഒഴിച്ച് ആദ്യം വിളക്ക് കൊളുത്താം. ഈ പ്ലേറ്റിലെ പച്ചരി എല്ലാ വ്യാഴാഴ്ചയും മാറ്റി പുതിയ പച്ചരി ഇടണം. പ്ലേറ്റും വിളക്കുകളും എല്ലാം വ്യാഴാഴ്ച കഴുകിയാൽ മതി. മറ്റ് ദിവസങ്ങളിൽ വിളക്ക് തുടച്ചെടുക്കാം. പച്ചരി നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ എടുക്കാം. വിളക്ക് കൊളുത്തിക്കഴിഞ്ഞാൽ ആദ്യം ഗണേശ പൂജ ചെയ്യണം. കുറച്ച് പൂക്കളെടുത്ത് ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം മന്ദേഹം ഗണനായകം എന്ന് ചൊല്ലിക്കൊണ്ട് പൂക്കൾ സമർപ്പിക്കാം. നിങ്ങൾക്കറിയാവുന്ന ഏത് ഗണേശ സ്തുതിയും ചൊല്ലാം. അതിനുശേഷം മഹാദേവന് പൂക്കൾ സമർപ്പിക്കണം. നമ്മൾ കുബേര പൂജ ചെയ്യുമ്പോൾ മഹാദേവനെ ധ്യാനിക്കുന്നതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുബേരൻ അതികഠിനമായ തപസ് ചെയ്യുകയും അങ്ങനെ ഭഗവാൻ പരമശിവൻ കുബേരനെ ധനധാന്യങ്ങളുടെ അധിപനാക്കുകയും ചെയ്തു. കുബേരന് പൂജ ചെയ്യുന്നത് ഒരാളുടെ ജീവിതം ഐശ്വര്യപൂർണ്ണമാക്കും. സമാധാനവും സമൃദ്ധിയും നിറഞ്ഞ ഒരു ജീവിതം ലക്ഷ്മി കുബേര പൂജയിലൂടെ നമുക്ക് ലഭിക്കും. മഹാദേവന് പൂക്കൾ സമർപ്പിക്കുമ്പോൾ ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണയതാരം പ്രണതോസ്മിം സദാശിവം എന്ന് ചൊല്ലിക്കൊണ്ട് സമർപ്പിക്കാം. ഇത് ചൊല്ലുന്നത് വഴി മഹാദേവൻ്റെ അനുഗ്രഹവും നമുക്ക് ലഭിക്കും.
അതിനുശേഷം ലക്ഷ്മി കുബേര ഫോട്ടോയ്ക്ക് പൂക്കൾ സമർപ്പിച്ച് ഓം യക്ഷായ കുബേരായ വൈശ്രവണായ ധനധാന്യാധിപതയെ ധനധാന്യ സമർത്ഥിം മേ ദേഹി ദാപയ സ്വാഹ എന്ന് ചൊല്ലാം. ഇനി ധന്വന്തരി ഭഗവാന് പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരമൂർത്തയെ അമൃതകലശഹസ്തായ സർവാമയ വിനാശായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണുവേ സ്വാഹ. ധന്വന്തരി ഭഗവാനെ ധൻതേരസ് ദിവസം പൂജ ചെയ്യുന്നതിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ധൻത്രയോദശി ദിവസം തന്നെയാണ് ധന്വന്തരി ഭഗവാൻ അമൃത കലശവുമായി ക്ഷീരസാഗരത്തിൽ നിന്നും ഉത്ഭവിച്ചത്. ഇനി കുബേര കോയിൻസ് കൊണ്ട് അർച്ചന ചെയ്യാം. ഓം ലക്ഷ്മി കുബേരായ നമഃ എന്ന് ചൊല്ലിക്കൊണ്ടാണ് അർച്ചന ചെയ്യേണ്ടത്. ഓം യക്ഷായ കുബേരായ എന്ന മന്ത്രം ചൊല്ലിയാലും മതി. ഈ മന്ത്രം എല്ലാ ദിവസവും 108 തവണ ചൊല്ലുന്നത് വളരെ നല്ലതാണ്. ഇത് ഡെയിലി ചൊല്ലാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും നല്ല ഒരു പോസിറ്റിവിറ്റി. കുബേര കോയിൻസ് ഇല്ലാത്തവർക്ക് 5 രൂപയുടെയോ 1 രൂപയുടെയോ കോയിൻസ് വെച്ച് പൂജ ചെയ്യാം. പൂജ കഴിഞ്ഞാൽ ഈ കോയിൻസ് സൂക്ഷിച്ചു വെച്ചാൽ ഈ കോയിൻസ് വെച്ച് തന്നെ എല്ലാ പ്രാവശ്യവും പൂജ ചെയ്യാം. അർച്ചന കഴിഞ്ഞാൽ അഗർബത്തി കൊണ്ട് ധൂപ ആരതി എടുക്കണം. ആദ്യം ഗണേശന് ധൂപ ആരതി എടുക്കണം. തടസ്സങ്ങളൊന്നുമില്ലാതെ 48 ദിവസവും പൂജ ചെയ്യാൻ സാധിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ധൂപ ആരതി കഴിഞ്ഞാൽ നെയ്ദീപ ആരതിയാണ്. നെയ്ദീപ ആരതിക്ക് നമുക്ക് ഒരു തിരിയിൽ നെയ്യ് ഒഴിച്ച് ആരതി എടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിൽ ഗീ ദീപം വാങ്ങാൻ കിട്ടും, അതൊരെണ്ണം വെച്ചും ആരതി എടുക്കാം. ധൂപ ദീപ ആരതി കഴിഞ്ഞാൽ നൈവേദ്യം സമർപ്പിക്കണം. കുബേരർക്ക് ധാന്യങ്ങൾ പുഴുങ്ങി സുണ്ടൽ ഉണ്ടാക്കി വയ്ക്കാം. ഇല്ലെങ്കിൽ വീട്ടിൽ എന്താണുള്ളത് അത് നമുക്ക് നൈവേദ്യമായി സമർപ്പിക്കാം. അല്ലെങ്കിൽ അവലും ശർക്കരയും വയ്ക്കാം. ഞാൻ പഴമാണ് വെച്ചിട്ടുള്ളത്. നൈവേദ്യം സമർപ്പിക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഉപയോഗിക്കുന്ന കോപ്പർ പ്ലേറ്റിനെ കുറിച്ച് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പഞ്ചപാത്രമാണ്. പൂജാതി കർമ്മങ്ങൾക്ക് ജലം ഈ പഞ്ചപാത്രത്തിൽ നിന്നുമാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ ജലമെടുക്കാൻ ഉപയോഗിക്കുന്ന സ്പൂൺ നമ്മൾ ഉദ്ധരണി എന്നാണ് പറയുന്നത്. പഞ്ചപാത്രത്തിൽ 5 ഇലകൾ ഇട്ട ജലമാണ് നമുക്ക് ക്ഷേത്രങ്ങളിൽ തീർത്ഥമായി തന്നിരുന്നത്. ഇങ്ങനെ 5 ഇലകൾ ഇട്ട പാത്രമായതുകൊണ്ട് ഇതിനെ പഞ്ചപത്രപാത്രം എന്നാണ് പറയുന്നത്. 5 ഇലകൾ തുളസി, കറുക, കൂവളം, വേമ്പ്, വന്നി ആണ്. നിവേദ്യം സമർപ്പിച്ചു കഴിഞ്ഞാൽ കർപ്പൂര ആരതി എടുക്കണം. പീഠമില്ലെങ്കിൽ നിലത്ത് കോലം വരച്ച് തുണി വിരിച്ച് പൂജ ചെയ്യാമോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യുന്നതിൽ ഒരു കുഴപ്പവുമില്ല. അതുപോലെ കുബേര കോയിൻസ് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. 108 കുബേര കോയിൻസ് എന്ന് ക്ലിക്ക് ചെയ്താൽ കിട്ടും. 11 കോയിൻസ് അല്ല. ഞാൻ 3 വർഷം മുൻപാണ് വാങ്ങിയത്, അതുകൊണ്ട് ലിങ്ക് ഓർക്കുന്നില്ല. 48 ദിവസത്തെ ലക്ഷ്മി കുബേര പൂജ ചെയ്യുന്നവർ എല്ലാ ദിവസവും ധന്വന്തരി പൂജ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിത് ധൻതേരസ് ദിവസം ചെയ്ത പൂജ ആയതുകൊണ്ടാണ് ധന്വന്തരി ഭഗവാനെ വെച്ച് പൂജ ചെയ്തത്. അതുപോലെ ഈ ദിവസം ലക്ഷ്മി കുബേര പൂജ ചെയ്യാൻ സാധിക്കാത്തവർക്ക് വ്യാഴാഴ്ച പൂജ ചെയ്യാം. ഈ പൂജ സ്റ്റാർട്ട് ചെയ്യുന്നതിനും വ്യാഴാഴ്ച നല്ല ദിവസമാണ്. 2 രീതിയിൽ ഈ പൂജ ചെയ്യാം. ഒന്ന്, വ്യാഴാഴ്ച ദിവസങ്ങളിൽ മാത്രം ചെയ്യാം. രണ്ടാമത്തെ രീതി, വ്യാഴാഴ്ച പൂജ തുടങ്ങി 48 ദിവസം കണ്ടിന്യൂസ് ആയി ചെയ്യുക. പീരിയഡ്സ് ടൈം കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എവിടെ വെച്ച് നിർത്തിയോ പീരിയഡ്സ് കഴിയുമ്പോൾ അവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് ഡിസ്കണ്ടിന്യൂ ചെയ്താൽ ആദ്യം മുതൽ തുടങ്ങണം. വെജിറ്റേറിയൻ ഫുഡ് കഴിച്ചുകൊണ്ട് പൂജ ചെയ്യുന്നതാണ് നല്ലത്. ഇനി നോൺ വെജ് കഴിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പൂജയ്ക്ക് ശേഷം നോൺ വെജ് കഴിക്കാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.